അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വാൻകൂവർ സിറ്റിയിലേക്ക് ഇറങ്ങി. നമുക്ക് ഈ പോർട്ടിൽ നടന്നൊന്നും പോകാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി വരും. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം, അതിനൊരു വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച്. പിന്നെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കുള്ള കാറെത്തി. ഈ വണ്ടി നമ്മളെ ഗേറ്റ് വരെ വിടുകയുള്ളൂ കേട്ടോ, അവിടുന്ന് പുറത്തേക്ക് വേറെ വണ്ടി വിളിക്കണം. അങ്ങനെ പോർട്ടിന് വെളിയിൽ വന്ന് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കണ്ടതാണ് ഇതുവഴി പോകുന്ന വാഹനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വാഷ് ചെയ്ത് കൊടുക്കുന്നു. ഞങ്ങൾക്കുള്ള ടാക്സി എത്തി. ഞങ്ങളുടെ കാറും അതിൽ കയറ്റി കഴുകിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. നമുക്കിനി നേരെ സീബസ് ടെർമിനലിലേക്ക് പോകാം. സീബസ് എന്ന് പറയുന്നത് ബോട്ടാണ്. ഈ ബോട്ട് കയറി വേണം സിറ്റിയിലേക്ക് പോകാൻ. പോർട്ടിൽ നിന്ന് ഏകദേശം 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ ഈ ബോട്ട് ജെട്ടിയിലേക്ക്. റോഡരികിൽ ഒരുപാട് കാരവാനുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ആ കാണുന്നതൊരു ഷിപ്പ് യാർഡിൻ്റെ ക്രെയിനാണ്. സീബസ് ടെർമിനലിനടുത്തായി ഒരു പാർക്കുണ്ട്. ഞങ്ങൾ അവിടേക്ക് നടന്നു. അവിടെ ഒരു ആഡംബര നൗക നിർത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നു. അവിടെ കണ്ടതാണ് പരസ്പരം പ്രണയിക്കുന്നവർ ചേർന്നിടുന്ന പാഡ്ലോക്കുകളാണിതെല്ലാം. ഇത് നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട്. ഇതിൽ എത്ര പേര് ഒരുമിച്ചിട്ടുണ്ടാകുമോ എന്തോ. രണ്ട് പ്രണയ ജോഡികൾ സൊറ പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ അതൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കുമുള്ള ബോട്ട് വരുന്നത് കണ്ടത്. നേരെ ബോട്ട് ജെട്ടിയിലേക്ക് ഓടി. ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും സീബസ് പോകുമെന്ന് കരുതി നമ്മുടെ സുഹൃത്ത് ടിക്കറ്റ് എടുക്കാതെ ഉള്ളിൽ കടന്നുകൂടി. ഇനി ഞാനെങ്ങനെ കയറുമെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത്. ഞാനും കുമ്മനടിച്ച് അകത്ത് കയറി. അങ്ങനെ അകത്ത് ചെന്നപ്പോൾ കണ്ടതാണിത്. സ്കൂൾ അസംബ്ലിയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിനേക്കാൾ അച്ചടക്കത്തോടെ വരിവരിയായി നിൽക്കുന്നു. അങ്ങനെ ഓരോരുത്തരായി ബോട്ടിലേക്ക് കയറി തുടങ്ങി. ടിക്കറ്റ് എടുത്തില്ലെങ്കിലും ഞങ്ങൾ മുന്നിലത്തെ സീറ്റ് തന്നെ പിടിച്ചു. ഈ നിൽക്കുന്ന വെള്ളത്തൊപ്പിക്കാരനോട് ഞാൻ പേര് ചോദിച്ചു. ഐ ഡോണ്ട് നോ എന്നായിരുന്നു മറുപടി. അവൻ്റെ പേരറിയില്ലെന്നാണോ അതോ ഞാൻ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലെന്നാണോ അവൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴേക്കും ബോട്ട് മറുകരയിലെത്തി. അവിടെ ഒരു മൂങ്ങ ഇരിക്കുന്നത് കണ്ടു. അടുത്ത് ചെന്നപ്പോഴാണ് അത് മൂങ്ങയല്ല, മൂങ്ങയുടെ പ്രതിമയാണെന്ന് മനസ്സിലായത്. ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഈ നടപ്പാതയ്ക്ക് താഴെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് ഗുഡ്സ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും ഒക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ടിക്കറ്റ് എടുക്കാതുള്ള വരവായതുകൊണ്ട് പുറത്തിറങ്ങാനും കുമ്മനടിക്കേണ്ടി വന്നു. അങ്ങനെ കാനഡയിൽ വന്ന് കള്ളവണ്ടി കയറി. ഈ കാണുന്ന പ്രതിമ 1-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച കനേഡിയൻ റെയിൽവേ ജീവനക്കാരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ്. മരണസമയത്ത് സൈനികനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഒരു മാലാഖയാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. അതൊക്കെ കണ്ട് നടക്കുമ്പോൾ കാനഡയുടെ തെരുവിൽ ദേ ഇന്ത്യൻ ഫലൂദയുമായ ഒരു ഇന്ത്യൻ യുവതി. തണുപ്പായതുകൊണ്ട് ഞങ്ങളത് പരീക്ഷിക്കാൻ നിന്നില്ല. ഗ്യാസ് ടൗൺ സിറ്റിയാണിത്. ചരിത്രപരമായി ഒരുപാട് പ്രത്യേകതകൾ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരിടം കൂടിയാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കച്ചവടങ്ങൾ ഈ തെരുവിൽ കാണാം. അതിലൊന്നിൽ ഞങ്ങളും കയറി. കരകൗശല വസ്തുക്കളിലും ടീഷർട്ടുകളിലും ഒക്കെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ഈ മേപ്പിൾ മരത്തിൻ്റെ ഇലകളാണ്. കാനഡയുടെ പതാകയിലും അതുതന്നെയാണുള്ളത്. ഈ മേപ്പിൾ മരത്തിന് ഇവർ പണ്ട് തൊട്ടേ നല്ല പ്രാധാന്യം നൽകിയിരുന്നു. 1-ാം ലോക മഹായുദ്ധകാലത്ത് ഇവരുടെ സൈനികരുടെ ബാഡ്ജിലും അന്നുണ്ടായിരുന്ന നാണയങ്ങളിലും ഒക്കെ ഇതുണ്ടായിരുന്നു. പിന്നീട് അവരുടെ ദേശീയ പതാകയിൽ ഇവരിതിനെ ഉൾപ്പെടുത്തി. അതിനുശേഷമാണ് ഇവരിതിനെ ദേശീയ വൃക്ഷമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ ഇലകൾ കൊണ്ടുള്ള പലതരം ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ കാണാം.
ഈ കാർ അതുകൊണ്ടുണ്ടാക്കിയതല്ലേ, ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കയ്യിലെടുത്തതാണ്. കാനഡയിലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.